എത്രയും പെട്ടെന്ന് കല്യാണം നടത്താനുള്ള ഒരുക്കത്തിലാ. പ്രകാശിനെ അച്ഛൻ ഇഷ്ടായി. അവനെ പിന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ മറ്റു കാരണങ്ങളൊന്നുമില്ലല്ലോ. ഒരു അനാഥനായി പോയത് അവന്റെ കുറ്റമൊന്നുമല്ലല്ലോ. പിന്നെ ഒന്നുമല്ലെങ്കിൽ അവനൊരു ഡോക്ടറല്ലേ. ഒരു ഡോക്ടറെ അങ്ങനെ ചുമ്മാതെ കിട്ടത്തില്ലല്ലോ. ആ, അതൊക്കെ കൊണ്ടായിരിക്കും അച്ഛന്റെ മനസ്സ് പെട്ടെന്ന് മാറാൻ കാരണം. ഇല്ലെങ്കിൽ വാശിപ്പുറത്ത് ഇവിടെ ഇപ്പൊ എന്തൊക്കെ കാണിച്ചു കൂട്ടേണ്ടതാ. എന്തായാലും സന്തോഷമായല്ലോ. നീ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അതല്ലേ നടക്കാൻ പോകുന്നത്. എല്ലാം ശരിയോ. ഈ കല്യാണം നല്ല ഗംഭീരമായിട്ട് നടക്കും. പക്ഷേ ഏട്ടാ, പ്രകാശിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാൻ ഇവിടെ എത്തിയപ്പോ മുതൽ ട്രൈ ചെയ്യുന്നതാ. അത് ഹോസ്പിറ്റലിൽ വല്ല തിരക്കും കാണും. തിരക്ക് കഴിയുമ്പോ അവൻ നിന്നെ വിളിച്ചോളൂ. എത്ര സമയമെന്ന് വെച്ചാ കാത്തിരിക്കുന്നെ. ഇത് യാതൊരു റെസ്പോൺസും ഇല്ല. എന്നാ പിന്നെ ഞാൻ തന്നെ വിളിക്കാം. നീ ഫോൺ കട്ട് ചെയ്തോ. ശരി. മോനെ പറയടാ. ആ അമ്മേ, എന്താമ്മേ ചന്ദ്രയുടെ കാര്യങ്ങളൊക്കെ? സ്റ്റേഷനിൽ നിന്ന് വന്ന ശേഷമുള്ള കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ. അതെന്താ ഇനി അറിയാനിരിക്കുന്നത്? പന്തലിടണം, ആൾക്കാരെയൊക്കെ വിളിക്കണം, ഒരു സദ്യയൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിടണം. ആ, പൊന്നാങ്ങൾ ഇതൊന്നും അറിയാതെ എവിടെയെങ്കിലും പോയി കിടക്കുവാണല്ലോ. ആ, അപ്പൊ കൊമ്പൻ അടി പതറി വീണു അല്ലേ? മക്കളുടെ നിർബന്ധത്തിന് മുന്നിൽ ഇപ്രാവശ്യം അടി പതറിന്ന് പറഞ്ഞാ മതിയല്ലോ. മോനെ ശിവ, എന്താന്നറിയില്ല, വലിയ സന്തോഷത്തിലാ നിന്റെ അച്ഛൻ. കല്യാണ ലെറ്റർ അടിക്കാനെന്നും പറഞ്ഞ് പോയിരിക്കുക. എന്തായാലും അവളുടെ ആഗ്രഹം പോലെയൊക്കെ നടന്നല്ലോ. അത് തന്നെ വലിയ ഭാഗ്യം. അല്ല, ഇനി നീ എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? ചെറുക്കനെയും പെണ്ണിനെയും മണ്ഡപത്തിലേക്ക് കേറ്റുമ്പോഴെങ്കിലും തിരക്കുള്ള പൊന്നാങ്ങളെ വരുവോ ആവോ? അച്ഛൻ വിളിക്കട്ടെ. വിളിച്ചാ ഞാൻ വരും. എടാ, അച്ഛൻ വിളിച്ചിട്ട് വേണോടാ പെങ്ങടെ കല്യാണത്തിന് വരാൻ. മോനെ, അച്ഛൻ ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. വാശിയും വൈരാഗ്യവും ഒന്നും ഇപ്പൊ ഉള്ളിലില്ല. നീ ഇങ്ങനെ നടക്കുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. അമ്മ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വരും. എന്റെ പെങ്ങളുടെ കല്യാണമല്ലേ, ഇതങ്ങ് ആർഭാടമായിട്ട് നടത്തും. എന്താ ഏട്ടാ? എടി, ഒരു കുഴപ്പമില്ല. കാര്യങ്ങളൊക്കെ നീ ആഗ്രഹിച്ച പോലെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അവന് തിരക്കായിട്ടായിരിക്കും നിന്നെ വിളിക്കാത്തത്. അവൻ ഫ്രീ ആകുമ്പോ നിന്നെ വിളിച്ചോളും. രാഘവേട്ട ഭക്ഷണം കഴിക്കുന്നില്ലേ? രാഘവേട്ടനോട് ചോദിച്ച ഭക്ഷണം കഴിക്കുന്നില്ലേന്ന്. എനിക്ക് വേണ്ട. വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഗുളിക കഴിക്കേണ്ടതല്ലേ? ഞാൻ ഗുളിക കഴിക്കുന്നില്ലെങ്കിലോ? തീർന്നല്ലോ. രാഘവേട്ട, ഗുളിക കഴിച്ചില്ലെങ്കിലേ പിന്നെ ഡോക്ടർ അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല. ഡോക്ടർ ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ചത്തോൻ വേണ്ടിയാ മരുന്ന് കഴിക്കാത്തെന്ന് ഞാൻ പറഞ്ഞോളൂ ഡോക്ടറോട്. എന്റെ പോയില്ലാത്ത വീട്ടിലെ എനിക്ക് ജീവിക്കണ്ട. രാഘവേട്ട, മോൻ തന്നിഷ്ടം കാണിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനെ സ്വയം ജീവനൊടുക്കിയിട്ട് എന്താ കാര്യം? പോയവൻ എന്തായാലും കയ്യിലെ കാശ് തരുമ്പോ തിരിച്ചു വരും എന്നുള്ളത് ഉറപ്പാ. അതുപോലാണോ ജീവൻ? അത് പോയതല്ലേ? തന്നിഷ്ടം കാണിച്ച് ഇറങ്ങി പോയെന്നാ? പിന്നെ അല്ലാതെ. അച്ഛനെ അമ്മയും അവന്റെ ഭാര്യയും എന്തിന് അവന്റെ മക്കളെ പോലും നോക്കാതെ ഇറങ്ങിപ്പോയവൻ തന്നിഷ്ടത്തോടെന്നല്ലാതെ പിന്നെ എന്താ പറയേണ്ടത്? അഹങ്കാരം കൊണ്ടുള്ള ജീവിതം ഇല്ലാതാക്കി പോയവരൊന്നും ഒരു കാലത്തും ഗുണം പിടിച്ചിട്ടില്ല. നമ്മുടെ മോന്റെ അവസ്ഥയും അതൊക്കെ തന്നെയാ. എവിടെ ചെന്നാലും ഗതി പിടിക്കില്ല. എന്റെ ശാപ് എന്നും അവനുണ്ടാവും, എന്നും. അത്രയ്ക്ക് സങ്കടപ്പെട്ടിട്ടുണ്ട് ഞാൻ. എന്റെ മോനെ പ്രാവുന്നോ നീ? നിങ്ങളോട് എന്റെ മോനെ പറഞ്ഞു വിട്ടിട്ട് ഇത് പ്രാവുന്നോ നീ? നിന്റെ മുടി എന്താ സാറേ കാണിക്കുന്നത്? സാറേ വിട്, സാറേ വിട്, സാറേ. പൊക്കോളം, എല്ലാം പൊക്കോളം, പൊക്കോളം. എന്റെ മോനെ പറയണ്ട. അങ്ങനെ തോർത്തിയേ എനിക്ക് വേണ്ട. പോ, ഒന്നും വേണ്ട. പോടുന്നു. സാറേ എന്താ സാറേ കാണിക്കുന്നേ? പോടുന്നു. എവിടെങ്കിലും എന്റെ മോനെ വിളിച്ചോണ്ട് വരണം.
അല്ലെങ്കിൽ ഈ വീട് ഞാൻ തീടും. ഒറ്റ ഞാനിവിടെ താമസിപ്പിക്കത്തില്ല. എന്റെ മോനല്ലാത്ത വീട്ടില് ഒരാൾ താമസിക്കണ്ട. അയ്യോ എല്ലാം ഈ വീട്ടിൽ നയിക്കണം. ഇപ്പൊ ഇറങ്ങണം. രാഘവേട്ടാ, ഞാൻ ഈ വീട്ടിലെ തീടാൻ പോവാ. തീടാൻ പോവാ. രാഘവേട്ടാ, അത് നമ്മുടെ മോൻ വിഷ്ണു അല്ല. അത് നീയാണോ തീരുമാനിക്കുന്നേ? എന്റെ മോൻ വിഷ്ണു ഇന്നിവിടെ വന്നിരിക്കണം. ഇല്ലെങ്കിലേ ഈ രാഘവൻ ആരാണെന്ന് നീ അറിയും. രാഘവേട്ടാ, രാഘവേട്ടാ അവിടെ നിന്നേ. താമേ, ഇനി ഞാൻ ഈ വീട്ടിൽ ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ എന്റെ മോൻ വിഷ്ണു എന്റെ അടുത്ത് വരണം. അവരെ കണ്ടു ഞാൻ വെള്ളം പോലും കുടിക്കത്തുള്ളൂ. തമിഴോ രാഘവേട്ടാ പറയുന്നൊന്ന്. വിഷ്ണു വരണം. രാഘവേട്ടാ, എന്റെ ദൈവമേ, രാഘവേട്ടെ കൊണ്ട് തോറ്റു. വിഷ്ണു വരട്ടെ, എന്നിട്ട് പച്ചവെള്ളം പോലും കുടിക്കുന്നുള്ളൂ. ഇനിയിപ്പോ എന്ത് ചെയ്യും സത്യാമ്മേ? എനിക്കെങ്ങനെ അറിയാം? വരട്ടെ.